ഇത് ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചെയ്തൊരു ഹെയർ ക്രൗൺ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ ക്രൗണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ഫെൽറ്റ് ഷീറ്റാണ്. ഇതിൻ്റെ സർഫസ് വളരെ റഫായിരിക്കും. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫെൽറ്റ് ഷീറ്റാണ്. സോ ഇനി ഈ ഷീറ്റിലേക്ക് നമ്മൾ ഈ പേപ്പർ വെച്ച് അതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പെൻസിലോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഒക്കെ യൂസ് ചെയ്ത് ഇതിനെ മാർക്ക് ചെയ്തെടുക്കാം. സോ മാർക്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു 5 സ്റ്റോൺ ചെയിൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഡിസൈനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ ഈ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ബാക്കി 5 ഡിസൈനും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ട് ബീഡ്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിലാണ്. ഈ കട്ട് ബീഡ്സ് മുഴുവൻ നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സൂചി നൂലും എടുത്ത് ഇതിനെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം അടുത്തടുത്താണ് ഈ ഒരു കട്ട് ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഡിസൈൻ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ മാക്സിമം എഡ്ജിൽ കൂടെ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളർ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇതിലൊന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓരോ എൻഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ജസ്റ്റ് ഇതിലേക്ക് ഒട്ടിച്ചും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഷേപ്പിലും ഡിസൈൻ ചെയ്തെടുക്കാം. യുണീക്കായിട്ടുള്ള ഡിസൈൻസ് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്.